കണ്ണൂരിലെ ചിറക്കലിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ കൃഷ്ണക്ഷേത്രം ഉദയപുരേശ്വരം എന്നും അറിയപ്പെടുന്നു. ചെറുശ്ശേരി പ്രസിദ്ധമായ ശ്രീകൃഷ്ണഗാഥ രചിച്ച സ്ഥലം എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയ്ക്ക് 500 വർഷം പഴക്കമുണ്ട്. എന്നാൽ ഈ മഹത്തായ കൃതി സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രത്തിന് കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായി അക്ഷരലോകത്ത് നിന്നോ സാംസ്കാരിക ലോകത്ത് നിന്നോ വേണ്ടത്ര അംഗീകാരം ആരും നൽകിയിട്ടില്ല. കൃഷ്ണഗാഥയുടെ യഥാർത്ഥ രചയിതാവ് ചെറുശ്ശേരി നമ്പൂതിരിയുടെ ആധികാരികതയെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ വിദഗ്ധരും ചരിത്രകാരന്മാരും പലരും തങ്ങളുടെ വീക്ഷണങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൃഷ്ണഗാഥയിലെ വാക്യങ്ങൾ പതിവായി ഉദ്ധരിക്കുന്നു. എന്നിരുന്നാലും ഇതെവിടെയാണ് എഴുതിയതെന്ന് അവരാരും ശരിക്കും ശ്രദ്ധിച്ചിരുന്നില്ല. ഈ മഹത്തായ പ്രവൃത്തിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കോലത്തിരിയും ചെറുശ്ശേരിയും തമ്മിലുള്ള ഒരു ചതുരംഗ കളിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. തന്റെ ഭർത്താവിനെ സഹായിക്കാൻ രാജ്ഞി തന്റെ മകനെ ഉറക്കുന്ന താരാട്ടുപാട്ടിന്റെ രൂപത്തിൽ പണയത്തെ ചലിപ്പിക്കാൻ രാജാവിന് സൂചനകൾ നൽകി. മത്സരം ജയിക്കാൻ രാജാവ് അതങ്ങനെ ചെയ്തു. കളി കഴിഞ്ഞയുടൻ ചെറുശ്ശേരിയോട് രാജ്ഞി പാടിയ അതേ താളത്തിൽ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കവിതകൾ എഴുതാൻ ആവശ്യപ്പെട്ടു. ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ മഹാകാവ്യത്തെ അംഗീകരിച്ചാണ് 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണഗാഥ രചിച്ചത്. ഒരു കാലത്ത് ഉദയമംഗലം രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന കിഴക്കേക്കര മതിലകം ക്ഷേത്രം ചിറക്കൽ രാജകുടുംബത്തിന്റെ ഭാഗമായി. ഇന്ന് പ്രധാന വാതിലിനു മുന്നിൽ ചെറുശ്ശേരി നമ്പൂതിരിയുടെ വലിയ എണ്ണകാച്ചിയ ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വച്ചാണ് കവി കൃഷ്ണഗാഥ എഴുതിയതെന്ന കുറിപ്പും ചിത്രത്തിന് താഴെയുണ്ട്. പുരാവസ്തു ഗവേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്രത്തിനും നാലമ്പലത്തിനും ഏകദേശം 1200 വർഷം പഴക്കമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന കലയുടെ ഉത്തമ ഉദാഹരണമാണ് മതിലകത്തെ ഗോപുരക്ഷേത്രം. കിരാതാർജുനീയം, ദശാവതാരം, ശ്രീകൃഷ്ണലീല എന്നിവ ക്ഷേത്രങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൃഷ്ണന്റെ ജനനം മുതൽ ബാലലീല വരെയും പിന്നീട് ജീവിതവും ഗോപുരത്തിന്റെ മേൽക്കൂരയിൽ മനോഹരമായ ചിത്രങ്ങളായി വരച്ചിരിക്കുന്നു. 15 ഏക്കർ വിസ്തൃതിയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചിറകളിൽ ഒന്നായ ചിറക്കൽ ചിറ ഈ അമ്പലത്തിന്റെ മുൻവശത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതും ഈ അമ്പലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്.